അധ്യായം 20. മുതലാളി ആളത്ര ശരിയല്ല. സിദ്ധാർത്ഥിന്റെ മുഖം ശ്രദ്ധിച്ച് ഹേമന്ത് ചോദിച്ചു. അല്ല, നീ എന്താ ആലോചിക്കുന്നേ? അമ്മയോട് ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്നാണോ? സിദ്ധാർത്ഥ് അത് കേട്ട് അവനെ രൂക്ഷമായി നോക്കി. ഇവന്റെ നോട്ടം കണ്ടാൽ തന്നെ ഇവനെന്നെ തല്ലിക്കൊല്ലുമെന്ന് തോന്നുള്ളൂ. ആ പെണ്ണ് എങ്ങനെയാണോ എന്തോ ഈ പോത്തിന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത്. ഹേമന്ത് മനസ്സിൽ ആലോചിച്ചു. അല്ല, എന്റെ കാര്യം ഞാനല്ലേ തീരുമാനിക്കുന്നത്. അതില് അമ്മ എന്ത് പറയാനാ? സിദ്ധാർത്ഥ് ചോദിച്ചു. അങ്ങനെയല്ല സിദ്ധു, ഇതിപ്പോ വേറെ ഏത് പെണ്ണാണെന്നുണ്ടെങ്കിലും ചോദ്യമൊന്നും വരില്ല. പക്ഷേ നീലിമയ്ക്ക് നിന്നോട് എന്തോ ബന്ധമുണ്ടെന്ന രീതിക്ക് റൂമറുകൾ ഉണ്ടായിരുന്നതാ. സോ അതുകൊണ്ട് ചിലപ്പോ ഗീതമ്മ ദേഷ്യപ്പെടും. ഹേമന്ത് പറഞ്ഞു. നീ അതോർത്ത് വിഷമിക്കണ്ട. എന്റെ അമ്മയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ എനിക്കറിയാം. സിദ്ധാർത്ഥ് പറഞ്ഞു. ഹാ, അത് ശരിയാ. നീ അതിന് ആരെങ്കിലും പറഞ്ഞത് കേൾക്കുന്നവനാണോ? ഹേമന്ത് ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്താ? ഹേമന്ത് പറഞ്ഞത് ശരിക്കും കേൾക്കാത്തത് കൊണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു. ഹേമന്ത് ഒന്ന് പരിങ്ങി, എന്നിട്ട് പറഞ്ഞു. അല്ല സിദ്ധാർത്ഥ്, ഞാൻ ഓർക്കുമായിരുന്നു. എന്തായാലും നിന്റെ കല്യാണം കഴിഞ്ഞു. അതിന് ആരറിഞ്ഞാലെന്താ? നമുക്കിത് എല്ലാവരെയും വിളിച്ച് ഗ്രാൻഡായി ആഘോഷിക്കണം. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ഇരുണ്ടു. അല്ല, നീ എന്നെ സ്വസ്ഥമായി ജോലി ചെയ്യിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചു വന്നേക്കുവാണോ? ഷേടാ, എന്തു പറഞ്ഞാലും നിനക്ക് ദേഷ്യമാണല്ലോ സിദ്ധു. ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ ഫാമിലിയിൽ എല്ലാവരെയും അറിയിച്ച് ഒരു പരിപാടി വെക്കുന്ന കാര്യമാണ്, അല്ലാതെ നാട്ടുകാരെ അറിയിക്കാനല്ല. ഹേമന്ത് പറഞ്ഞു. അതുകൊണ്ട് നിനക്കെന്താ നേട്ടം? എനിക്കെന്ത് നേട്ടം? നിനക്ക് വേണമെങ്കിൽ മതി. ആ, എന്നാ എനിക്ക് വേണമെന്നില്ല. മാത്രമല്ല നീലിമയ്ക്ക് അതൊന്നും താല്പര്യവും ഉണ്ടാവില്ല. സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമയ്ക്ക് താല്പര്യം കാണും, ഇവൻ സമ്മതിക്കാത്തതാവും മിക്കവാറും. ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. എന്താ, നീ പോകുന്നില്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഇല്ല, പോകുന്നില്ല. നീ നിന്റെ വീട്ടിൽ ഈ കാര്യം ഉടനെ അവതരിപ്പിക്കണം. എന്നിട്ട് നമുക്ക് പാർട്ടി വെക്കാം. ഹേമന്ത് പറഞ്ഞു. നീ ഇപ്പൊ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നോ അതോ ഞാൻ തല്ലി ഇറക്കണോ? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് കേട്ട ഹേമന്ത് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഇവൻ തല്ലെന്ന് പറഞ്ഞാ ചിലപ്പോ തല്ലിക്കളയും. അതിനു മുന്നേ മുങ്ങാൻ നോക്കാം, ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. ഞാൻ പോയേക്കാം, അപ്പോ പറഞ്ഞ കാര്യം മറക്കണ്ട. ഹേമന്ത് അതും പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. സിദ്ധാർത്ഥ് അവന്റെ ജോലികളിലേക്ക് തിരിഞ്ഞു. സിദ്ധാർത്ഥിന്റെ വീട്ടിൽ ഒരുപാട് നേരം വെറുതെ ഇരുന്നപ്പോ തന്നെ നീലിമയ്ക്ക് മടുപ്പ് തോന്നി. അവൾ അശ്വിനെ മല്ലികയെ നോക്കാൻ ഏൽപ്പിച്ചതിനു ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അന്ന് ജോലി ഓഫർ വന്ന സ്റ്റാഡം എന്ന കമ്പനിയുടെ ഓഫീസിലേക്കായിരുന്നു നീലിമ ചെന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ബഹളം വെക്കുന്നത് കേട്ടു. അവൾക്ക് ഒന്നും മനസ്സിലായില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പെറുപുറത്ത് കൊണ്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ട നീലിമ അവിടെയുള്ള ഒരു പെൺകുട്ടിയോട് കാര്യം അന്വേഷിച്ചു. എന്തുപറ്റി? എന്ത് പ്രശ്നം? ഒന്നും പറയണ്ട, ഒരു മുന്നറിയിപ്പുമില്ലാതെ ഞങ്ങളെ ജോലിയിൽ നിന്നെടുത്ത് കളഞ്ഞോടോ. അതിന്റെ പ്രതിഷേധമാണ്, ആ പെൺകുട്ടി പറഞ്ഞു. നീലിമയ്ക്ക് അത് കേട്ടിട്ടും കാര്യമായൊന്നും മനസ്സിലായില്ല. ആ സ്ഥാപനത്തിൽ നിന്നും ജോലിക്കാരെ പിരിച്ചുവിട്ടത് കൊണ്ടുള്ള പ്രതിഷേധമാണെന്ന് മാത്രം മനസ്സിലായി. ഇത്രയും പേരെ പിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോഴും തന്നെ അവരെന്തുകൊണ്ടാണ് ജോലിക്ക് ക്ഷണിച്ചതെന്ന് അവൾ ചിന്തിച്ചു. അവളോട് ചോദിക്കാൻ നിൽക്കാതെ നീലിമ നേരെ ഓഫീസിന്റെ അകത്തേക്ക് ചെന്നു. അവിടെ റിസപ്ഷനിൽ ഒരു പുരുഷൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നീലിമ, എനിക്ക് നിങ്ങളുടെ മാനേജർ ഒന്ന് കാണണമായിരുന്നു, നീലിമ പറഞ്ഞു. അവൾ ഓഫർ ലെറ്റർ കാണിച്ചപ്പോൾ അയാൾ മാനേജറുടെ അടുത്തുനിന്ന് പെർമിഷൻ വാങ്ങി നീലിമയെ അങ്ങോട്ട് കയറ്റിവിട്ടു. ഗുഡ് ആഫ്റ്റർനൂൺ സർ, നീലിമ പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ, കുട്ടിയിരിക്ക്. മാനേജർ അവളെ ക്ഷണിച്ചു. സർ, എനിക്ക് ഇവിടെ നിന്നും ഒരു ഓഫർ ലെറ്റർ വന്നിരുന്നു, അതിന്റെ കാര്യം അറിയാനാണ് വന്നത്, നീലിമ പറഞ്ഞു. കുട്ടി, എനിക്കിപ്പോ അതിന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ കഴിയില്ല. പക്ഷേ സർ, എനിക്ക് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്, നീലിമ പറഞ്ഞു. നോക്കൂ കുട്ടി, ഞാനല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ കമ്പനി ഒന്ന് മൊത്തത്തിൽ പുതുക്കുന്നതിന്റെ ഭാഗമായാണ് കുട്ടിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല, മാനേജർ അവളെ നോക്കി പറഞ്ഞു. എല്ലാം ഒന്ന് ശരിയാവാൻ സമയമെടുക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എല്ലാവരെയും നിരത്തി പിരിച്ചുവിടുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ കുട്ടിയോട് ഉറപ്പു പറയും? മാനേജർ പറഞ്ഞു നിർത്തി. ഞാനിനി എന്ത് ചെയ്യണം സർ? നീലിമ നിരാശയോടെ ചോദിച്ചു. കുട്ടി 1-2 ദിവസം കഴിഞ്ഞു വരൂ, അപ്പോ കൃത്യമായി കാര്യങ്ങൾ അറിയാൻ കഴിയും, മാനേജർ പറഞ്ഞു. നീലിമ പിന്നെ നിന്നില്ല. അവൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ ദൈവമേ, നീലിമ മനസ്സിൽ പറഞ്ഞു. അവൾ വീട്ടിലേക്ക് വന്നത് കണ്ട് അശ്വിൻ അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അമ്മ എവിടെ പോയതാ? അശ്വിൻ ചോദിച്ചു. അമ്മ അന്നൊരു ജോലിക്കാരൻ പറഞ്ഞില്ലേ അച്ചു, അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയതാ, നീലിമ അവനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് എന്തായി? അശ്വിൻ ചോദിച്ചു. അത് കിട്ടുവാൻ അറിയില്ല മോനെ. എന്ത് ചെയ്യുന്ന ഓർത്തിട്ട് അമ്മക്കൊരു എത്തും പിടുത്തം കിട്ടുന്നില്ല മോനെ, നീലിമ പറഞ്ഞു. അമ്മ വിഷമിക്കാതെ, ഡാഡിയല്ലേ ഇപ്പൊ നമുക്ക്, പിന്നെന്തിനാ ജോലി? അശ്വിൻ ചോദിച്ചു. അത് കേട്ട നീലിമയ്ക്ക് അരിശം തോന്നി. അവൾ അശ്വിനെ തനിക്ക് അഭിമുഖമായി നിർത്തി. എന്നിട്ട് പറഞ്ഞു. ദേ നോക്കച്ചു, അദ്ദേഹം നമ്മളിവിടെ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് വെച്ച് എല്ലാ ചെലവും അദ്ദേഹത്തെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല. നിന്റെ പഠിപ്പിച്ചിലവെല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ, നീലിമ പറഞ്ഞു. അതൊക്കെ ഡാഡിയല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ഡാഡിയെ ചെയ്യാവൂ എന്നൊന്നില്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം.
ഉദാഹരണത്തിന് മോനിപ്പോ വളർന്ന് വലുതായി കല്യാണമൊക്കെ കഴിക്കില്ലേ, അപ്പൊ രണ്ടുപേർക്കും ജോലിയുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? നീലിമ പറഞ്ഞു. അശ്വിന് ഒന്നും മനസ്സിലായില്ല. എന്നാലും അവൻ പിന്നെയൊന്നും ചോദിച്ചില്ല. അപ്പോഴാണ് സിദ്ധാർത്ഥ് അവിടേക്ക് വരുന്നത്. നീലിമ അശ്വിനോട് പറയുന്നതെല്ലാം സിദ്ധാർത്ഥ് കേട്ടിരുന്നു. അവന് അവൾ പറഞ്ഞത് കേട്ട് അവളോട് മതിപ്പ് തോന്നി. അപ്പോ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അറിയാം, സിദ്ധാർത്ഥ് പറഞ്ഞു. ഞാനല്ലെങ്കിലും നല്ലത് ഇവനെ പഠിപ്പിച്ചോളൂ, നീലിമ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ദേഷ്യം കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അവന് തോന്നി. സിദ്ധാർത്ഥ് നോക്കി നിൽക്കെ അശ്വിൻ ഉടനെ തന്നെ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഡാഡി, അശ്വിൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു. സിദ്ധാർത്ഥ് കുഞ്ഞിനെ എടുത്തു. എന്നിട്ട് ചോദിച്ചു, അച്ചു വിശക്കുന്നുണ്ടോ മോന്? യേസ് ഡാഡി, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അതെന്ത് ഇത്ര നേരായിട്ടും കഴിക്കാതിരുന്നത്? മല്ലിക മുത്തശ്ശി എനിക്ക് കഴിക്കാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ഡാഡി വന്നിട്ട് മതിയെന്ന് ഞാനാ പറഞ്ഞത്, അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു. എന്നാ വാ, നമുക്ക് കഴിക്കാം. സിദ്ധാർത്ഥ് അശ്വിനുമായി ഇടപഴകുന്നത് കണ്ട നീലിമയ്ക്ക് അതിശയം തോന്നി. വലിയ ദേഷ്യക്കാരനായ സിദ്ധാർത്ഥ് അശ്വിനോട് എപ്പോഴും സ്നേഹത്തോടെയാണ് സംസാരിക്കാറുള്ളത്. ശരിക്കും ഒരച്ഛൻ മകനെ സംരക്ഷിക്കുന്നത് പോലെയാണ് സിദ്ധാർത്ഥ് അശ്വിന്റെ കാര്യത്തിൽ ചെയ്യാറുള്ളത്. എന്തുകൊണ്ടായിരിക്കും അവർ തമ്മിൽ ഇത്ര അടുപ്പമെന്ന് നീലിമ ആലോചിച്ചു. എന്തേ മിസ് നീലിമ, കഴിക്കാൻ വരുന്നില്ലേ? ഓ സോറി മിസ്സിസ് നീലിമ. സിദ്ധാർത്ഥ് വരുന്നില്ലേ? അവൻ അങ്ങനെ മിസ്സിസ് ചേർത്ത് പറഞ്ഞപ്പോൾ നീലിമക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അവൾ അത് പുറമെ കാണിച്ചില്ല. സിദ്ധാർത്ഥിന്റെ കൂടെ നീലിമ താഴേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ മല്ലിക അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു വെക്കുന്നുണ്ടായിരുന്നു. മല്ലികാമ കഴിച്ചായിരുന്നോ? സിദ്ധാർത്ഥ് അവരെ കണ്ടപാടെ ചോദിച്ചു. ആയിരുന്നെങ്കിലും സിദ്ധാർത്ഥിന് സ്വന്തം അമ്മയുടെ സ്ഥാനത്തായിരുന്നു ആ സ്ത്രീ. ഇല്ല കുഞ്ഞെ, അച്ചുവിന് ചപ്പാത്തി ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് അതുണ്ടാക്കുമായിരുന്നു, മല്ലിക പറഞ്ഞു. ആണോ? എന്നാ വാ ഇരിക്ക്, കഴിക്കാം, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ടു മല്ലിക ഉടനെ പറഞ്ഞു, അയ്യോ വേണ്ട, സിദ്ധുക്കുഞ്ഞും മോളും കഴിക്കും, ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്താ മല്ലികാമ്മ, ഞങ്ങളുടെ കൂടെ ഇരിക്കില്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഏയ് അതല്ല മോനെ. മല്ലിക അത് പറഞ്ഞതിന് ശേഷം നീലിമയെ നോക്കി. നീലിമ പുതിയ ആളാണ്. അവൾക്ക് താൻ സിദ്ധാർത്ഥിന്റെ കൂടെ കഴിക്കാനിരിക്കുന്നത് ഇഷ്ടമാവോ എന്നൊരു പേടി മല്ലികക്കുണ്ടായിരുന്നു. അവരുടെ വിവാഹം എഗ്രിമെന്റ് പ്രകാരമാണെന്നൊന്നും ആ പാവ സ്ത്രീക്ക് അറിയില്ലായിരുന്നല്ലോ. അശ്വിൻ ടേബിളിൽ സിദ്ധാർത്ഥിന്റെ അടുത്തായി ചെന്നിരുന്നു. നീലിമയും അവരുടെ അടുത്ത് തന്നെ ഇരുന്നു. ടേബിളിൽ സമൃദ്ധമായി പലതരം വിഭവങ്ങൾ നിരന്നിരുന്നു. നീലിമ അതെല്ലാം നോക്കിയ ശേഷം നീലിമ പറഞ്ഞു, ഒരെന്നാലുമില്ല, മല്ലികാമ വന്നേ, ഇതെവിടെ ഇരിക്ക്. നീലിമ പറഞ്ഞത് കേട്ടപ്പോൾ ആ സ്ത്രീക്ക് വളരെയധികം സന്തോഷം തോന്നി. വേണ്ട കുഞ്ഞെ, നിങ്ങൾ കഴിക്ക്, മല്ലിക ക്ഷണം നിരസിച്ചുകൊണ്ട് പറഞ്ഞു. ദശ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട, അശ്വിൻ പെട്ടെന്ന് കയറി പറഞ്ഞു. ആ കുഞ്ഞ് സിദ്ധാർത്ഥ് പെരുമാറുന്ന അതേ രീതിയിലാണ് തന്നോട് പെരുമാറുന്നതെന്ന് മല്ലിക അതിശയത്തോടെ ആലോചിച്ചു. അശ്വിനത് പറഞ്ഞപ്പോൾ മല്ലികയ്ക്ക് ഇരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അച്ചു, മോൻ എന്താണ് വേണ്ടതെന്ന് എടുത്തു വെച്ച് കഴിക്കൂട്ടോ, സിദ്ധാർത്ഥ് സ്നേഹത്തോടെ പറഞ്ഞു. അവന്റെ സംസാരത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. എല്ലാം അശ്വിനും നീലിമയും കാരണമാണെന്ന് മല്ലികയ്ക്ക് മനസ്സിലായി. നീലിമ നല്ല കുട്ടിയാണ്, പണം കണ്ടാൽ വീഴുന്ന കൂട്ടത്തിലൊന്നുമല്ല. നീ നിനക്ക് യോജിച്ച ആളെ തന്നെയാണ് മോനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നത്, മല്ലിക മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് അവർ നീലിമയെ നോക്കി. മല്ലിക അഭിമാനത്തോടെ നീലിമയെ നോക്കുന്നത് കണ്ട സിദ്ധാർത്ഥും അവളെ നോക്കി. നീലിമ താൻ കണ്ടിട്ടുള്ള പെൺകുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തയാണെന്ന് അവന് തോന്നി. നീലിമ ഒന്നും കഴിക്കാതെ എന്തോ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. താനെന്താ ഒന്നും കഴിക്കാത്തത്? ഫുഡ് ഇഷ്ടായില്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഏയ് അതല്ല, ഞാൻ എന്തോ ഓർത്തുപോയതാ, നീലിമ പറഞ്ഞു. ഫുഡിന്റെ മുന്നിൽ നിന്നാണോ ആലോചിക്കുന്നത്? കഴിക്കാൻ നോക്ക്, ഈ ശീലങ്ങളൊക്കെ മാറ്റണം കേട്ടോ. ഭക്ഷണം കഴിക്കാനിരുന്നാൽ അതിൽ തന്നെ ശ്രദ്ധിക്കണം, മറ്റൊന്നും പാടില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോഴും അവൻ സൗമ്യത കൈവിട്ടില്ല. അത് കണ്ടു മല്ലികയ്ക്ക് അത്ഭുതം തോന്നി. സാധാരണ സിദ്ധാർത്ഥ് ക്ഷമയോടെ ആരോടും സംസാരിക്കാൻ അറിയാത്ത പ്രകൃതമാണ്. താനൊഴികെ ആരെ കണ്ടാലും ചാടിക്കടിക്കുവാൻ ചെല്ലുന്നതാണ് കണ്ടിട്ടുള്ളത്. ആ സിദ്ധാർത്ഥ് തന്നെയാണോ ഇതെന്ന് അവർക്ക് അതിശയം തോന്നി. കഴിക്ക്, സിദ്ധാർത്ഥ് നീലിമയോട് പറഞ്ഞു. ഇയാളെന്താ ഒരുമാതിരി പട്ടാളച്ചിട്ട പഠിപ്പിക്കുന്നത്? എന്റെ ഈശ്വര, ഈ കാരൻ പഴയ സ്വഭാവം എടുത്താൽ എവിടെ കൂടി രക്ഷപ്പെടും, നീലിമ മനസ്സിൽ പറഞ്ഞു. അതെ, ഞാൻ എന്തായാലും അന്നത്തെ പോലെ നിന്നോട് ഫ്രീഡം എടുത്തൊന്നും പെരുമാറാൻ പോകുന്നില്ല, കഴിക്കാൻ നോക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് നീലിമ അമ്പരന്നു പോയി. ഇയാൾക്ക് മൈൻഡ് റീഡിംഗ് വശമുണ്ടോ? എന്റെ അമ്മേ. നീലിമ മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അവരുടെ കുറുമും സംസാരവും ആസ്വദിക്കുകയായിരുന്നു അപ്പോൾ മല്ലിക. എന്തായാലും സിദ്ധാർത്ഥ് നീലിമയുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയെന്ന് ആ സ്ത്രീ മനസ്സിൽ പ്രാർത്ഥിച്ചു. ഭക്ഷണത്തിന് ശേഷം നീലിമ സിദ്ധാർത്ഥിന്റെ വീടും പറമ്പും ചുറ്റി കാണാൻ ഇറങ്ങി. വീടിന് പിന്നിലായി വലിയൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. നിറയെ പൂക്കളുള്ള ആ ഗാർഡൻ കണ്ടപ്പോൾ നീലിമയ്ക്ക് എന്തെന്നില്ലാത്ത സമാധാനം തോന്നി. പക്ഷേ അത് നീണ്ടു നിന്നില്ല. ജോലിയെ പറ്റി ഓർമ്മ വന്നപ്പോൾ അവളുടെ മുഖം വാടി. അഞ്ജലിയും അച്ഛനും കൂടി തനിക്ക് കിട്ടാനിരുന്ന ജോലികളെല്ലാം മുടക്കിയതാണ്. അവസാനത്തെ കച്ചിത്തുരുമ്പായി കണ്ടിരുന്നത് സ്റ്റാർഡം മീഡിയയാണ്. ഇപ്പോൾ അതും കൈവിട്ടു പോയ പോലെയാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി.
സിദ്ധാർത്ഥിനെ എന്തായാലും ചിലവിന്റെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കരുത്. ഒരു ജോലി ഉടനെ കണ്ടുപിടിക്കണമെന്ന് നീലിമ മനസ്സിൽ ആലോചിച്ചു. എന്താണ്, കാര്യമായ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ, സിദ്ധാർത്ഥ് ചോദിച്ചു. അവൻ ആ ഗാർഡനിലേക്ക് വന്നത് നീലിമ അറിഞ്ഞിരുന്നില്ല. അവൾ പെട്ടെന്ന് ഭയന്നുപോയി. പേടിക്കണ്ട, ഞാനാ, സിദ്ധാർത്ഥ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. പേടിച്ചിരണ്ട. നീലിമയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു നിമിഷത്തേക്ക് സിദ്ധാർത്ഥ് സ്വയം മറന്നു നിന്നുപോയി. ഒന്നുമില്ല സിദ്ധാർത്ഥ്, ഞാൻ എന്തൊക്കെയോ ഓർത്തിരിക്കുകയായിരുന്നു, നീലിമ പറഞ്ഞു. അതിന് ഇപ്പൊ എന്തുണ്ടായി? ഒന്നും ഉണ്ടായിട്ടല്ല, എന്തു പറ്റിയെന്ന് പറയടോ. പരിഹാരമുണ്ടാക്കാം, സിദ്ധാർത്ഥ് അവളെ നോക്കി വീണ്ടും ചോദിച്ചു. നീലിമ ഒന്നും പറയാതെ അവനെ നോക്കി. സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അവൻ അവളെ നോക്കി ചോദിച്ചു, നീ പറയുന്നുണ്ടോ ഇല്ലയോ? അത് കേട്ട് നീലിമയ്ക്ക് വീണ്ടും ഭയം തോന്നി. അവൾ അവനെ നോക്കി. അത് ഞാനൊരു ജോലിക്ക് ശ്രമിച്ചിരുന്നു. അത് ഏകദേശം ശരിയായതുമാണ്. പക്ഷേ അതിപ്പോ കിട്ടുമെന്ന് ഉറപ്പില്ല, നീലിമ പറഞ്ഞു. നീലിമ പറയുന്നത് തന്റെ കമ്പനിയെ പറ്റിയാണെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു. അവനത് മനസ്സിലാവാത്ത മട്ടിൽ ആകാംക്ഷയോടെ ചോദിച്ചു, അതെന്താ അങ്ങനെ? ആ കമ്പനി നഷ്ടത്തിലാണ്. ഞാനവിടെ ചെന്നപ്പോ ജോലിക്കാരെ പിരിച്ചുവിടുന്നുണ്ടായിരുന്നു. പഴയ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ പുതിയ ആൾക്കാരെടുക്കുമെന്ന് തോന്നുന്നില്ല. അതിപ്പോ എങ്ങനെ പറയാൻ കഴിയും? ആ പറഞ്ഞു വിട്ടവരൊക്കെ നേരാവണ്ണം ജോലി ചെയ്യാത്തതുകൊണ്ട് ജോലി നഷ്ടമായവരാണെങ്കിലോ, സിദ്ധാർത്ഥ് ചോദിച്ചു. അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ആ കമ്പനി സാമ്പത്തികമായും മറ്റും നല്ല ഡൗൺ ആണ്. പുതിയ ആൾക്കാരെ ജോലിക്ക് നിയമിക്കാൻ യാതൊരു സാധ്യതയുമില്ല, നീലിമ നിരാശയോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ അവളെ നോക്കി. പിന്നെയുണ്ടല്ലോ, അതിന്റെ മുതലാളി മഹാകോഴിയാണെന്ന് കേട്ടത്, നീലിമ രഹസ്യം പറയുന്ന മട്ടിൽ പറഞ്ഞു. കോഴിയോ? സിദ്ധാർത്ഥ് മനസ്സിലാവാത്ത മട്ടിൽ ചോദിച്ചു. ആ അതെ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ വീക്ക്നെസ് ഉള്ളവരല്ലേ, അവരെയാണ് കോഴിന്ന് വിളിക്കുന്നത്, നീലിമ പറഞ്ഞു. അവൾ പറയുന്നത് തന്റെ കമ്പനിയെ കുറിച്ചാണെന്ന് മനസ്സിലാക്കിയിട്ടും സിദ്ധാർത്ഥിന്റെ മുഖത്ത് ദേഷ്യമൊന്നുമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് തനിക്ക് നീലിമയോട് ദേഷ്യമൊന്നും തോന്നാത്തതെന്ന് അത്ഭുതപ്പെടുകയായിരുന്നു സിദ്ധാർത്ഥ്. അയാൾ പെണ്ണു വിഷയത്തിലൊക്കെ എങ്ങനെയാണെന്ന് നീ എന്തിനാ അന്വേഷിക്കാൻ പോകുന്നത്? നിനക്ക് നിന്റെ ജോലി നോക്കിയാ പോരെ, സിദ്ധാർത്ഥ് സൗമ്യമായി ചോദിച്ചു. അതിന് അവരെനിക്ക് ജോലി തന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ മിസ്റ്റർ സിദ്ധാർത്ഥ്, എനിക്ക് മീഡിയ ഫീൽഡിൽ നല്ല മുൻപരിചയമുണ്ട്. എന്നെ ജോലിക്കെടുത്ത അവർക്ക് തന്നെയാ ലാഭം, നീലിമ നിഷ്കളങ്കമായി പറഞ്ഞു. ഇത്തവണ സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല. അവൻ എന്താണ് മിണ്ടാത്തതെന്നറിയാനായി നോക്കിയപ്പോൾ സിദ്ധാർത്ഥ് തന്നെ നോക്കി നിൽക്കുന്നതാണ് നീലിമ കണ്ടത്. നീലിമയുടെ മുഖത്തെ നിഷ്കളങ്കത ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. സംസാരിക്കുമ്പോൾ നീലിമയുടെ വലത്തെ കവിളിൽ ചെറിയ നുണക്കുഴി തെളിയുന്നുണ്ട്. അതിലായിരുന്നു സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ. ഒരു നിമിഷം അവനത് കടിച്ചെടുക്കാൻ തോന്നി. പെട്ടെന്ന് അവർ തമ്മിലുള്ള എഗ്രിമെന്റിന്റെ കാര്യം ഓർത്തു. പരസ്പരം ശാരീരികമായോ മാനസികമായോ അടുപ്പം പാടില്ലെന്ന് അതിൽ പറയുന്നുണ്ട്. താൻ തന്നെ അത് ലംഘിക്കുന്നത് ശരിയല്ല എന്ന് അവന് തോന്നി. അവൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു.